ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എല്ലാവർക്കും ഈദ് മുബാറക്. നമുക്കിന്ന് ഈദ് ദിവസത്തിൻ്റെ തലേ ദിവസമാണ്, നമ്മൾ പെരുന്നാളാണെന്ന് അറിഞ്ഞിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ അക്കച്ചി ഉണ്ട്. യെസ്, ഈദ് മുബാറക്. അക്കച്ചി ഈദ് പ്രിപ്പറേഷനാണ്. കുറച്ച് ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ ഇട്ട് സുന്ദരിയാവുകയാണ് നാളെ പള്ളിയിൽ പോകാൻ വേണ്ടി. ഗായ്സ്, നമ്മുടെ അമ്മി നാളത്തേക്കുള്ള പരിപാടി എല്ലാം തുടങ്ങിയിട്ടുണ്ട്. അയ്യോ, നാളത്തേക്കുള്ള പരിപാടിയല്ല, ഇന്നത്തേക്കുള്ള ഫുഡ് കഴിപ്പാണ് എൻ്റെ അമ്മ ചെയ്യുന്നത്. നാളത്തേക്കുള്ള തിക്കിടിക്ക് വാട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിള്ളേര് സെറ്റ് എല്ലാം മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ട് വന്നുണ്ട്. കൈ കാണിച്ചേ, ഉണ്ടോ? ഇവരൊക്കെ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട് ഗൈസ്. തലമുടി എന്തോ അടിച്ച് തേച്ചൻ്റെ ക്രീമിൻ്റെ ഇച്ചിരി ബാക്കിയിട്ട് ഞാനിങ്ങനെ ആക്കിയിട്ടേക്കുവാണ് ഗൈസ്. അപ്പൊ നാളെ എപ്പോഴാ പള്ളി? നീ പറ. 7:30. അപ്പൊ നമ്മുടെ അസ്മി വന്നിട്ടുണ്ട്. അസ്മി വണ്ടിയും കൊണ്ട് പോയിട്ട് ഇപ്പോഴാണ് ഗൈസ് വരണത്. പറയൂ. ചീൻചട്ടി ചാടിപ്പോയി. പറ. പോലെയാണ് ഇവിടെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ ഇവിടെ കോഴിക്കട, ബീഫ് കട, പത്തിരിക്കട ഒക്കെ നിലങ്ങി ആണുങ്ങളെ പോലെ നടന്നത്. ഇപ്പോഴും ഇവിടെ ഒഴിഞ്ഞി പറക്കി നിൽക്കുവാണ്. ഹായ് ഗൈസ്. നിന്റെ പേരാ? ജാസിം എത്ര ക്ലാസ്സിൽ പഠിക്കണേ? അവൻ പുതിയ ഷൂ എടുത്തോണ്ട് വന്നിട്ടുള്ള പൊലിവാണ് ഗൈസ്. ഇവൻ ഷൂ എടുക്കാൻ വന്നതാണ് പെരുന്നാളിന് രാത്രിക്ക്. ഓടാൻ പോവാണ് ഗൈസ്. അപ്പം ഇന്ന് എന്നായിരുന്നു നോമ്പ് തുറക്കാൻ? പത്തിരി. എത്ര നോമ്പ് പിടിച്ചു? 30 അല്ല 29. സത്യമുള്ള എത്ര നോമ്പ് പിടിച്ചു? 29. അപ്പോൾ ഗൈസ്, നമുക്ക് മുഖമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഫേസ് പാക്ക് ഒക്കെ ഇട്ടൊന്ന് സെറ്റായിട്ട് വരാം. ഓക്കെ ഓക്കെ. ഫോണിലാണെങ്കിൽ ചാർജില്ല, അപ്പോൾ ചാർജൊക്കെ കുത്തിയിട്ട് സെറ്റാക്കട്ടെ. അത് കഴിയുമ്പോൾ ഇവിടുത്തെ പെരുന്നാൾ വിശേഷങ്ങളും കാര്യങ്ങളും മൊത്തത്തിൽ കാട്ടിത്തരാം ഗൈസ്. എൻ്റെ അമ്മച്ചി ഇരുന്ന തിക്കടി ഉരുട്ടുവാണ്. അപ്പം ഇത് പറക്ക്. അപ്പം നമ്മുടെ വീട്ടിൽ എപ്പോഴും പെരുന്നാൾ വന്നാൽ തിക്കടിയാണ് അല്ലേ? ഈ നിമിഷത്തെ അമ്മച്ചി മിസ് ചെയ്യാതാരാ? മിസ് ചെയ്യണ്ടോ? അപ്പം ഇത് പറക്ക് അവരോട് പറഞ്ഞത്. നമ്മുടെ ഐജാബി എത്ര നോമ്പ് പിടിച്ചു ഇപ്രാവശ്യം? അതൊന്ന് പറഞ്ഞേ. 10 നോമ്പ് പിടിച്ചു. ഇവക്ക് എത്ര വയസ്സുണ്ടെന്ന് അറിയാം ഗൈസ്? എത്ര വയസ്സുണ്ട്? 6 വയസ്സുള്ള വെച്ച് 10 നോമ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുക്കുക. നീ എത്ര നോമ്പ് പിടിച്ചു? 29 നോമ്പ് പിടിച്ച മിടിക്കാണ് ഈ നിൽക്കണത്. മണി 1:30 ആയിട്ടുണ്ട് ഇപ്പോൾ ടൈം. ഇപ്പോഴാണ് എല്ലാവരും കത്തും ബഹളവും മൈലാഞ്ചിടലും ഒക്കെ കഴിഞ്ഞിട്ട് പിരിഞ്ഞു പോയിക്കണേ. ഇനി വെളുപ്പിന് എണീക്കാനുള്ളവരും കൂടിയാണ്. ഞാൻ മടുത്ത് ഗൈസ്, ഞാൻ ഇനി കിടക്കാൻ പോവാം. ബൈ. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ തക്ബീറും കാര്യങ്ങളൊക്കെ കേട്ട് എണീച്ചു. പിന്നെ മൈലാഞ്ചി ചുമന്നൊക്കെ നോക്കി അതിൻ്റെ നേരെ കുളിച്ച് റെഡിയായി വന്നു ഗൈസ്. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. സോ ഈദ് മുബാറക്. ഞാനൊരു 4 വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിൽ പെരുന്നാൾ കൂടുന്നത്. 2 പെരുന്നാൾ ഞാൻ ഇതുവരെ ഈ 4 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഈ കോഴ്സ് എടുത്തേ പിന്നെ ഞാൻ കൂടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ആഗ്രഹം കൊണ്ട് ഞാൻ പെരുന്നാൾ കൂടാൻ ഇങ്ങോട്ടേക്ക് വന്നതാണ്. അൽഹംദുലില്ലാ, ഇന്ന് ഇതാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ തൊട്ടേ എല്ലാവരും നല്ല പൊലിവാണ് ഗൈസ്. സോ നമ്മുടെ മൈലാഞ്ചിയൊക്കെ ചുമന്നിട്ടുണ്ട്. ചുമന്ന് വന്നു. അപ്പോൾ മൈലാഞ്ചിയൊക്കെ നല്ല രീതിക്ക് ചുമന്ന് വന്നുണ്ട്. അമ്മച്ചി ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കച്ചി വന്നതാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ മൊത്തം ഒരു വ്ളോഗ്, ഇതൊക്കെ ഒരു കോർ മെമ്മറി ആണല്ലോ. സോ അതൊക്കെ നമുക്ക് എടുക്കാം. ഞാൻ രാവിലെ 5:30 ആയപ്പോൾ എണീച്ചത്. ഇപ്പോൾ കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇന്നലെ രാത്രിക്ക് പോയി എടുത്ത ഡ്രസ്സാണ്. വീട്ടിലിടാൻ ഡ്രസ്സ് എടുത്തിട്ടില്ലായിരുന്നു. സോ ഇന്നലെ രാത്രി പോയി നമ്മൾ ഡ്രസ്സ് എടുത്തു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, നമുക്ക് ബാക്കി കാണാം. ഗൈസ്, ഇവരൊക്കെ പള്ളിക്ക് പോവാണ്. ഈദ് മുബാറക്. അക്കച്ചൊക്കെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഗൈസ്, ഇവരൊക്കെ പള്ളി പോവാണ്. പൊലിവ് പോവാണോ? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ടോട്ടലിയുടെ ഈദ് മുബാറക്. ആൻഡ് ഞാനും അലിയും സെയിം ഡ്രസ്സാണ് കേട്ടോ, ഒരുപോലത്തെ ഡ്രസ്സാണ് ഇന്ന് ഇട്ടേക്കുന്നത്.
അപ്പം ഞാനും മിഷ്കാത്തുനിന്ന് സെയിം ഡ്രസ്സാണ് ഇട്ടേക്കണത്. ഗൈസ് രാവിലെ തന്നെ അമ്മച്ചി കുറേ ചാമിങ്ങ നല്ല കൊല പോലെ പറിച്ചിട്ട് വന്നു. അങ്ങനെ നമ്മുടെ കസിനും പിള്ളേർ സെറ്റും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നു. പിന്നെ നമുക്ക് പെരുന്നാപ്പൊടി വരാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ഇങ്ങനെ നമ്മുടെ റിലേറ്റീവ്സ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ തിക്കിടിയും ബീഫ് കറിയാണ് രാവിലെ കഴിച്ചത്. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങി സെറ്റ് ആയിട്ടുണ്ട്. ഹൗ ഇസ് മൈ കോസ്റ്റ്യൂം? ഫുള്ള് ബ്ലാക്ക് ആണ് ഈ പ്രാവശ്യം നമ്മൾ സെലക്ട് ചെയ്തത്. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും മാമച്ചിയും ഫാമിലിയും മൊത്തം റിലേറ്റീവ്സും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾക്ക് അറിയാലോ പെരുന്നാപ്പൊടി കൊടുക്കലും പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ലൊരു എൻജോയ്മെൻറ്റാണ്. നമ്മൾ പെരുന്നാളെന്ന് പറയുമ്പോഴേ ആദ്യം മനസ്സിൽ വരുന്നത് നമുക്ക് പെരുന്നാപ്പൊടിയാണ്. സോ അതെല്ലാവർക്കും കൊടുത്തു, എനിക്കും കിട്ടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ട്സായിട്ടൊന്ന് കറങ്ങാൻ ഇറങ്ങി ഗൈസ്. കുറേ ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കുടംകുലിക്കൊക്കെ കുടിക്കാമെന്ന് ഓർത്തിട്ട് എങ്ങടൊക്കെയോ പോയി. അതൊക്കെ കുടിച്ചു. പിന്നെ സൈൻ ലബാനിൽ പോയി. ചുമ്മാ ഓരോരോ കാട്ടായങ്ങളും ഇങ്ങനെ കാട്ടുവാണ്. പിന്നെ നമ്മൾ ചീസ് ബോംബും കാര്യങ്ങളൊക്കെ കഴിച്ചു. ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾക്കൊക്കെ ഇങ്ങനെ അത്രയും മധുരം പിടിക്കുന്ന ആൾക്കാരല്ല, കാരണം പെട്ടെന്ന് മത്താവുന്ന ടീമാണ്. സോ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും അമ്മച്ചിയുടെ വീട്ടിലോട്ട് പോകാൻ നിന്നു. അമ്മച്ചിയുടെ വീട്ടിലോട്ട് ഞാനും അക്കച്ചിയും അമ്മച്ചിയൊക്കെ ആയിട്ട് പോയി. അതിൻ്റെ ഇടയ്ക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഇങ്ങനെ ഒരു കടയിലൊക്കെ കയറി. അത് കഴിഞ്ഞിട്ട് കപ്പ മേടിക്കാൻ കയറിയതാണ് ഗൈസ്. പിന്നെ അമ്മച്ചിയുടെ അമ്മായിയൊക്കെ വന്നു. എനിക്ക് പെരുന്നാപ്പൊടിയൊക്കെ കിട്ടി. പിന്നെ കുറേ പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കസിൻസൊക്കെ കൂടിയിട്ട്. അങ്ങനെ എല്ലാവരെയും കണ്ടു, കുറേ നേരം ഇരുന്നു. പിന്നെ ഫുള്ള് ആളും ബഹളമൊക്കെ ആയിരുന്നു ഗൈസ്. അങ്ങനെ മൊത്തം ടയേർഡായിട്ടുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചത് കപ്സയായിരുന്നു. പിന്നെ ഇപ്പോൾ വൈകുന്നേരം അമ്മച്ചിയുടെ വീട്ടിൽ വന്നിട്ട് നമ്മൾ ചിക്കൻ ബിരിയാണിയും കുറച്ച് എന്തൊക്കെയൊക്കെയോ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒന്നും ക്ലിപ്പ് എടുക്കാൻ പറ്റിയിട്ടില്ല. മൊത്തത്തിൽ ബഹളം കാര്യങ്ങളായിരുന്നു അവിടെ. ഇവിടെ നമ്മൾ കസിൻസ് മൊത്തം പിള്ളേരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ബഹളത്തിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. അപ്പോൾ പകുതി ക്ലിപ്പ് നമ്മൾ വിട്ടു. അത് പിന്നെ എടുക്കണം എന്ന് ഓർത്ത് നമ്മൾ എടുക്കൂലല്ലോ മൊത്തം. സോ അങ്ങനെയൊക്കെയാണ്. ഇപ്പം അമ്മച്ചി എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് വരും. ഞാൻ ഇന്നിവിടെ നിൽക്കാനുള്ള. അമ്മച്ചി ഇന്ന് അമ്മച്ചിയുടെ വീട്ടിൽ നിൽക്കുവാണ്. ഞാൻ എൻ്റെ വീട്ടിലോട്ട് തന്നെ പോവാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അൽഹംദുലില്ലാ അടിപൊളിയായിട്ട് ഇന്നത്തെ ഈദ് കഴിഞ്ഞു. ഞാൻ 4 വർഷം കൂടി എൻ്റെ എത്ര പെരുന്നാപ്പൊടി ഞാൻ മിസ് ചെയ്തു എന്നറിയാമോ. ഇപ്പോഴെനിക്ക് അതൊക്കെ കളക്ട് ചെയ്യാൻ പറ്റിയത്, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഗൈസ് അത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് വൈൻഡപ്പ് ചിലപ്പോൾ വീട്ടിൽ പോയിട്ട് എടുക്കാം, ഇല്ലെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ഗൈസ്. അവിടെ നിന്ന് നേരെ നമ്മൾ അക്കച്ചിയുടെ വീട്ടിലും കൂടിയും പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ തൊടുപുഴ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഗൈസ് നമ്മുടെ ഈദ് ഡേ കഴിഞ്ഞിരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് എത്തി ഫ്രഷായി ഇനി കിടന്നുറങ്ങാൻ പോവാണ് ഗൈസ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ ഗൈസ്.